Hello everyone, welcome back. This is Nirjana here from Leo Tales. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൺസ്ക്രീൻ ആണ്. പക്ഷേ നമ്മൾ ഇതുവരെ ബോഡി സൺസ്ക്രീൻ, ഫേസ് സൺസ്ക്രീൻ, ക്രീം, ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബഞ്ച് ഓഫ് സ്പ്രേ സൺസ്ക്രീൻസ് ആണ്. ഞാനിങ്ങനെ ആമസോണിൽ കുറച്ച് നാളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങി ഉപയോഗിച്ച് സ്റ്റോക്കപ്പ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 5 ടോപ്പ് 5 എന്ന് തന്നെ വിളിക്കാവുന്ന നല്ല ബ്രാൻഡ്സിന്റെ സ്പ്രേ ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഫേസിനും ബോഡിക്കും രണ്ടിനും മാറി ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്സ് ആണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. എല്ലാം അഫോർഡബിളി പ്രൈസ്ഡ് ആണ്. ഗുഡ് brands as well, so keep on watching. Before getting started, ഒരു ക്വിക്ക് ഇൻട്രോ സൺസ്ക്രീനെ കുറിച്ച് എപ്പോഴും നമുക്ക് പറയാവുന്നതാണ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അങ്ങനെ രണ്ട് രീതിയിലാണ് സൺസ്ക്രീൻസ് ഉള്ളത്. ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ടൈറ്റാനിയം ഡയോക്സൈഡ്, സിങ്ക് ഓക്സൈഡ് തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് ആണ്. അത് ബേസിക്കലി നമ്മുടെ സ്കിന്നിന്റെ സർഫസിൽ ഇരുന്നിട്ട് ഈ UV റേസിനെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വിടും എന്നാണ് അതിന്റെ വർക്കിംഗ് പറയുന്നത്. കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഈ ഓക്സി ബെൻസോൺ തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് ആണ്. അത് ബേസിക്കലി ഈ സൺ റേസിനെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് അത് ഹീറ്റ് ആയിട്ട് മാറ്റും എന്നാണ് പറയുന്നത്. ഫിസിക്കൽ സൺസ്ക്രീൻസിനെ തന്നെയാണ് നമ്മൾ മിനറൽ എന്നും വിളിക്കുന്നത്. ബേസ്ഡ് ഓൺ കൺവീനിയൻസ്, ടെക്സ്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. SPF ഒരു 15 തൊട്ട് സൺസ്ക്രീൻ നിങ്ങൾ തുടങ്ങും. അതൊട്ട് സ്വിമ്മേഴ്സിനൊക്കെ SPF 70-80 വരെയൊക്കെ ഉണ്ട്. ഒരു നോർമൽ റേഞ്ചിൽ സംഭവം ബിറ്റ്വീൻ 30 and 50 ഈസ് റിയലി ഗുഡ്. നമുക്കൊക്കെ ആസ് ഇൻ ഡെയിലി ചുമ്മാ പുറത്ത് പോയി തിരിച്ചു വരുന്ന ആൾക്കാർക്ക്. അതുപോലെ ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കും എപ്പോഴും. അതായത് UVA റേസിൽ നിന്നും UVB റേസിൽ നിന്നും ഈക്വലി പ്രൊട്ടക്ഷൻ കിട്ടണം. പിന്നെ PA ട്രിപ്പിൾ+, ഈ പ്ലസിന്റെ എണ്ണം ഇങ്ങനെ കൂടി പോകുന്നതോറും പ്രൊട്ടക്ഷൻ കൂടി വരും എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെയുള്ള ബേസിക് കാര്യങ്ങളാണ് അബൌട്ട് സൺസ്ക്രീൻ. ഐഡിയലി വെൻ യു ആർ ഗോയിങ് ടു ചൂസ് സംതിങ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ വെതർ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് സ്വെറ്റി ആകുമോ എന്നുള്ളത് നോക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ്, പിന്നെ ഇപ്പോൾ സൺസ്ക്രീൻസിൽ ഇൻഗ്രീഡിയൻസ് മാറി വരും. പണ്ടൊക്കെ സൺസ്ക്രീൻ ഒരു കോൺസെപ്റ്റ് മാത്രം. ഇപ്പോൾ അതിനോടൊപ്പം കുറച്ച് അഡീഷണൽ സ്കിൻ കെയർ ബെനിഫിറ്റ്സ് ഉള്ള ഇൻഗ്രീഡിയൻസ് വരും. സോ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ റീ ആപ്ലിക്കേഷൻ ഒരു കൺവീനിയൻസ്, നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ്. ഇപ്പം ഒരു 500 ml കുപ്പി വാങ്ങി വീട്ടിൽ വെക്കുന്നതും ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു 50-30 ml പാക്കേജ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രാക്ടിക്കൽ സൈഡും ഒരു കൺവീനിയൻസ് സൈഡും നോക്കി എപ്പോഴും ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് 5 നല്ല സുന്ദര കുട്ടപ്പന്മാരാണ്. നല്ല പാക്കേജിങ്, വെരി ക്യൂട്ട് പാക്കേജിങ്. മോസ്റ്റ്ലി ഒരു ചുമപ്പാണ് എപ്പോഴും അവിടെ ഒരു തീം. സണ്ണായതുകൊണ്ട് പിന്നെ ഞാൻ വെച്ച് കുറച്ച് യെല്ലോയും കൂടി ഇരിക്കട്ടെ എന്ന്. ഈ ബ്രാൻഡുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അക്വലോജിക്ക ഉണ്ട്, ബി ബോഡി വൈസ്, ഡോട്ട് ആൻഡ് കീ, ഡെർമക്കോ ആൻഡ് ഒരു അടിപൊളി സാധനം ഫ്രം എർത്ത് റിതം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് വിത്ത് ദിസ് വൺ വിച്ച് ഇസ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഓൾസോ. ഇത് കണ്ടോ, ഈ ബാഗിൽ ഇങ്ങനെ ലാച്ച് ചെയ്തിടാൻ പറ്റിയ സൗകര്യമുള്ള ഒരു സാധനമാണ്. എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഉപയോഗമാണെന്ന്. ബാഗ് തുറന്ന് എടുക്കണ്ടല്ലോ. ഇത് എർത്ത് റിതത്തിന്റെ ഗ്ലോ സർജ് സൺസ്ക്രീൻ സ്പ്രേ ആണ്. ഇതൊരു ഫേസ് മിസ്റ്റ് പോലെയാണ്, നിങ്ങൾക്ക് ബോഡിയിലും ഉപയോഗിക്കാം. ഇതിന് നെഗറ്റീവ് റിവ്യൂസ് കൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. എപ്പോഴാണ് നോക്കിയത്, പലരും റിവ്യൂ പറഞ്ഞിരിക്കുന്നത് പാക്കേജിങ്ങിൽ അങ്ങനെ പോറലുണ്ടായിരുന്നു, അതിനൊക്കെയാണ് നെഗറ്റീവ് റിവ്യൂ കൊടുത്തിരുന്നത്. കാരണം പ്രോഡക്റ്റിന് നെഗറ്റീവ് റിവ്യൂ പറയാൻ പറ്റില്ല. ഇത് ഒരു കൂളിംഗ് സെൻസേഷൻ തരുന്ന ഒരു സ്പ്രേ ആണ്. SPF 50 ആണ്. ഇതിനൊരു മണമുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് അവിടെ സൺസ്ക്രീൻ ഇങ്ങനെ ഭയങ്കര ഫ്രേഗ്രൻസ് ഫ്രീ ആയിരിക്കണം നിർബന്ധമുണ്ട്. ഇതിന് ചെറിയൊരു മണമുണ്ട്. അപ്പം എനിക്കത് ഇഷ്ടമാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ ഫ്യൂ സെക്കൻഡ്സ് അതങ്ങ് പോകും. ബട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗിവ്സ് എ നൈസ് ഫ്രഷ് ഫീലിംഗ്. ഓയിലി സ്കിന്നിന് അടിപൊളിയാണ്. ഞാനിപ്പോൾ ആക്ച്വലി എൻ്റെ മേക്കപ്പിന് അടിയിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. മൈ സ്കിൻ ലുക്സ് റിയലി ഫ്രഷ്. ഈ എർത്ത് റിതത്തിന് ഗ്ലോ സർജും അക്വാ സർജും ഇങ്ങനെ 2 റേഞ്ചിൽ സൺസ്ക്രീൻസ് ഉണ്ട്. അക്വാ സർജിൽ തന്നെയും ഇതാണ് എൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ഫേവറേറ്റ് സൺസ്ക്രീൻസ് എന്ന് പറയുന്നത്. ഞാൻ സ്റ്റിക്ക് ഫോമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ മേക്കപ്പിന് അടിയിലൊക്കെ ഉപയോഗിക്കുന്ന സൺസ്ക്രീനാണ്. അത് തീർന്നു. അക്വാ സർജനും ഇതുപോലെ പാക്കേജിൽ ഇങ്ങനത്തെ ഒരു സ്പ്രേ മോഡലുണ്ട്. അതുപോലെ ഗ്ലോ സർജനും ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് മോഡലും അവൈലബിൾ ആണ്. സ്റ്റിക്ക് ഞാൻ എപ്പോഴും ഫേസിലാണ് ഉപയോഗിക്കുക, മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഒരുപാട് സ്വെറ്റി ആയിട്ടുള്ള ഒരു ഔട്ട്സൈഡ് ഡേ ഒക്കെ ആണെങ്കിൽ ഞാൻ സ്റ്റിക്ക് യൂസ് ചെയ്യും. ഒരുപാട് സ്വെറ്റി ആകില്ല, ജസ്റ്റ് ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഗ്ലോ സർജ് ഇസ് റിയലി നൈസ്. ഞാൻ എന്തായാലും ഇത് റെക്കമെൻഡ് ചെയ്യും. കാരണം ആ കൂളിംഗ് സെൻസേഷൻ ലൈക്ക് ഒരു ഉച്ച നേരത്തെ ഇങ്ങനെ ഫേസ് ഒക്കെ നല്ല സ്വെറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഇതെടുത്ത് ഇങ്ങനെ അടിക്കുമ്പോൾ സുഖം. അപ്പോൾ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ. വെരി അഫോർഡബിളി പ്രൈസ്ഡ് ഓൾസോ. സോ ഐ വിൽ റെക്കമെൻഡ്. അടുത്തത് ഇത് ഫേസിനും ബോഡിക്കും യൂസ് ചെയ്യാം. ഇപ്പം എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ് ഓൺ ഫേസ് ആൻഡ് ബോഡി. ബട്ട് ബോഡി സൺസ്ക്രീൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ഇറ്റ് ഓൺലി ഓൺ ബോഡി. കാരണം നമ്മുടെ ബോഡി സ്കിന്നും ഫേഷ്യൽ സ്കിന്നും ഡിഫറെൻ്റ് ആണ്. ഫേസ് സ്കിൻ എപ്പോഴും കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ബോഡിക്കുള്ള പ്രോഡക്ട്സ് ഒന്നും നമ്മൾ ഫേസിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല. ബട്ട് ഫേസിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ബോഡിയിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഡെർമക്കോയുടെ 1% ഹൈലൂറോണിക് ക്വിക്ക് അബ്സോർബിംഗ് സൺസ്ക്രീൻ സ്പ്രേ. ഇവർക്ക് ഈ റേഞ്ചിൽ തന്നെ സൺസ്ക്രീൻ സ്പ്രേ ഉണ്ട്, ജെല്ലുണ്ട്, ക്രീമുണ്ട്. ഞാൻ തന്നെ മാറി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് SPF 50 ആണ്. വാട്ടർ ബേസ്ഡ് ഫോമുലയാണ്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ സൺസ്ക്രീൻ സ്പ്രേ ഞാൻ പ്രിഫർ ചെയ്യാനുള്ള റീസണും അതാണ്. മോസ്റ്റ്ലി വാട്ടർ ബേസ്ഡ് ഫോമുലയാണ്. നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ലൈക്ക് ബാക്കിൽ പെർഫ്യൂം അടിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ അടിച്ച് പെട്ടെന്ന് നമുക്ക് അൺറീച്ചബിൾ സോൺസിലൊക്കെ എത്തും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അടിച്ചു കൊടുക്കാനൊക്കെ ഈസി ആയിരിക്കും. ക്രീമി ടെക്സ്ചറിനെക്കാളും കുറച്ചും കൂടെ ലെസ് മെസ്സിയാണ്. അറ്റ് ദ സെയിം ടൈം നല്ല കവറേജ് കിട്ടും. ഒരു ഓൺ ദ ഗോ നമുക്ക് കൊണ്ടുനടന്ന് ഉപയോഗിക്കാൻ നല്ലതാണ്. വെയിറ്റ് കുറവാണ്. സോ ഇറ്റ്സ് റിയലി നൈസ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. വാട്ടർ ബേസ്ഡ് ഫോമുലയാണ്. സുപ്രീംലി ലൈറ്റ് വെയിറ്റ്. ഞാൻ എൻ്റെ നെക്കിൽ
ഒക്കെ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് നെക്ക് പെട്ടെന്ന് സ്വെറ്റ് ആവും. അപ്പം ഒരു ക്രീമി സൺസ്ക്രീൻസ് ഞാൻ പ്രിഫർ ചെയ്യില്ല. ബട്ട് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ഓൾവേസ് യൂസ് ഓൺ മൈ ഫേസ് ആൻഡ് നെക്ക്. പുറത്ത് പോകുന്ന സമയത്തും വളരെ ലൈറ്റ് വെയ്റ്റ് ഒരു ടെക്സ്ചറാണ്. അത് ബിൽഡപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കാണുമ്പോൾ കൈ ഇത് കുറച്ചേ ഉള്ളൂ തോന്നും. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ജെന്റിൽ കൂളിംഗ് ആൻഡ് ഇറ്റ് ഗിവ്സ് ഗുഡ് കവറേജ്. എല്ലാ സൺസ്ക്രീനും ഒരു 2 മണിക്കൂറൊക്കെ കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യുക. അതിൽ നോ കോംപ്രമൈസ്. സോ ദാറ്റ് ഡസൻ മാറ്റർ. ഒരു സൺസ്ക്രീനിൽ നിങ്ങൾക്ക് 5, 10, 15 മണിക്കൂറൊന്നും പ്രൊട്ടക്ഷൻ തരില്ല. അപ്പം റീ ആപ്ലിക്കേഷൻ ഞാൻ എടുത്ത് പറയുന്നില്ല. ബട്ട് ദ ടെക്സ്ചർ ഓഫ് ദിസ് വൺ ഇസ് റിയലി ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് മാത്രം സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡെർമക്കോന്റെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഉള്ളൊരു സൺസ്ക്രീൻ, ഇതും പർട്ടിക്കുലർലി ഫേസ് ഓർ ബോഡി എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഫേസിന് തന്നെയാണ് പ്രൈമർലി, വിച്ച് യു ക്യാൻ യൂസ് ഓൺ ബോഡി ആസ് വെൽ. ദിസ് ഇസ് ബൈ അക്വലോജിക്ക. ഇത് അവരുടെ ഡീറ്റാൻ റേഞ്ച് ആണ്. ചെറി ടൊമാറ്റോ ആൻഡ് ഹൈലറോണിക്. ഇതേ കാറ്റഗറിയിൽ തന്നെ എനിക്ക് അവർക്ക് ഫേസ് മാസ്ക് ഉണ്ട്, ഒരു ഫേസ് പീൽ ഉണ്ട്, അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സൺസ്ക്രീൻ ഉണ്ട്. എനിക്ക് അവിടെ റേഞ്ചസ് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. സോ ദിസ് വൺ കണ്ടെയ്ൻസ് ചെറി ടൊമാറ്റോ, ഹൈലറോണിക്, ടാൻ റിമൂവ് ചെയ്യും, അതേസമയം ഹൈഡ്രേറ്റും ചെയ്യും. SPF 50 PA 4+ ഉണ്ട് ആൻഡ് ബ്രോഡ് സ്പെക്ട്രം. ഈ സൺസ്ക്രീൻസ് എല്ലാം ഒരുതരം സ്വെറ്റ് റെസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്വെറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു സ്റ്റിക്നെസ് ഫീൽ ചെയ്യും, പക്ഷേ സ്വെറ്റ് ചെയ്താലും ഇത് പോകില്ല. ദാറ്റ് ഇസ് വാട്ട് യു മീൻ ബൈ സ്വെറ്റ് റെസിസ്റ്റന്റ്. അപ്പം ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ആയിരുന്നു, ഡ്യൂയി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ഇരിക്കും. ബട്ട് ഫേസിൽ അപ്ലൈ ചെയ്തപ്പോൾ ആക്ച്വലി ഒരു ചെറിയൊരു സട്ടിൽ ഗ്ലോ ഫീൽ ചെയ്തു വിത്തൗട്ട് ബീങ് സ്റ്റിക്കി. ഈ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാം ഒരു ഡൾ സ്റ്റിക്കിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്, ഗ്ലോ അല്ല. ബട്ട് ഇത് അപ്ലൈ ചെയ്തപ്പോൾ ആക്ച്വലി സ്കിന്നിന് ഒരു മാറ്റിഫൈങ് ഫീലിംഗ് അല്ലാതെ ചെറിയൊരു ഗ്ലോ കിട്ടി, വിച്ച് വാസ് ആക്ച്വലി നൈസ്. എനിക്ക് തോന്നി ഒരു മേക്കപ്പിന് അടിയിലൊക്കെ, ഒരു ഈവനിങ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഒരു മേക്കപ്പിന് അടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ഒരു നാച്ചുറൽ ഗ്ലോ അത് ബിൽഡ് ചെയ്യും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. വെരി കൺവീനിയൻറ്റ് പാക്കേജിങ് ഓൾസോ. ഇതിൻ്റെ ഈ മെക്കാനിസം ഭയങ്കര രസമാണ്. ഇവിടെ ഓപ്പണും ഉണ്ട് ക്ലോസും ഉണ്ട്. അപ്പം ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വളരെ സേഫാണ്, ഉപയോഗിക്കാൻ ഈസിയാണ്. ഈ നോസിലിന് പ്രോബ്ലം ഒന്നും വരില്ല. ആ നിലയിലും പാക്കേജിംഗ് വൈസ് ആണെങ്കിലും ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ്. ഇതിൽ ചെറി ടൊമാറ്റോ ആണ് ഒരു ഡീറ്റാനിങ് ആക്ഷൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തുള്ളത് ഹൈലറോണിക് ആസിഡ് ആണ്. ഹൈലറോണിക് ആസിഡ് അറിയാം അതൊരു ഹ്യൂമെക്റ്റൻ്റ് ആണ്. അപ്പം വെരി ഗുഡ് ഫോർ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ. ഓയിലി ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണെങ്കിൽ an extremely good ingredient, very lightweight also. ഇന്ന് നമ്മൾ കാണിക്കുന്ന സൺസ്ക്രീൻസ് എല്ലാം തന്നെയും എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ എസ്പെഷ്യലി സ്വെറ്റി ആയിട്ടുള്ള ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ, ഓയിലി സ്കിൻ എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് കൺവീനിയൻ്റ്ലി ഉപയോഗിക്കാവുന്നതാണ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ യൂസ് ഓൺ യുവർ ഫേസ്. ഇനി ഞാൻ 2 സൺസ്ക്രീൻസ് കാണിച്ചു തരാൻ പോകുന്നത്. പർട്ടിക്കുലർലി ദേ ആർ ബോഡി സൺസ്ക്രീൻസ്. സ്റ്റാർട്ട് വിത്ത് ഡോട്ട് ആൻഡ് കീ. ഇത് 110 ml ആണ്. SPF 40 ആണ് ഇതിനകത്തുള്ളത്. SPF 40 ആൻഡ് PA++, ബ്രോഡ് സ്പെക്ട്രം, വാട്ടർ റെസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ സ്വെറ്റ് റെസിസ്റ്റന്റും ആണ്. അപ് ടു 80 minutes പ്രൊട്ടക്ഷൻ തരും എന്നാണ് പറയുന്നത്. ആൻഡ് ആൽക്കഹോൾ ഫ്രീ, നോൺ ഗ്രീസി ഫിനിഷ്, പ്രൊട്ടക്റ്റിംഗ് ആൻഡ് സൂതിങ്. ഇത് ബൈഫേസിക് ആണ്. അതായത് ഇതിനകത്ത് സൺസ്ക്രീൻ ലെയറും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. എനിക്ക് ഈ ക്യാമറയിൽ അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 2 ലെയറായിട്ട് ഉണ്ട്, മുകളിലും താഴെയും. അപ്പോൾ ഇതിനകത്ത് ഒരു അലോവേറ ലെയർ ഉണ്ട്, അലോവേറ വാട്ടർ ലെയർ ഉണ്ട്, അതല്ലാതെ സൺസ്ക്രീൻ ലെയർ ഉണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. വാട്ടർമെലൺ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും ഇതിനങ്ങനെ വാട്ടർമെലൺ ഫ്രേഗ്രൻസ് ഒന്നുമില്ല. ഇറ്റ് ഡസൻ റിയലി ഹാവ് എനി സ്ട്രോങ് ഫ്രേഗ്രൻസ്, ലൈക്ക് വെരി മച്ച് ഡൂവബിൾ. ആൻഡ് ഇതിൻ്റെ ലോക്കിംഗ് മെക്കാനിസവും നല്ല യുണീക്കാണ്. ഇത് കണ്ടോ, ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഓപ്പണായി, ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ക്ലോസ് ആയി. അപ്പോൾ ബാഗിലൊന്നും കിടന്ന് ഓപ്പൺ ആയി പോകും, അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ എക്സ്ട്രാ ഒരു ക്യാപ്പ് ഒന്നുമില്ല. എനിക്ക് ആ ലോക്കിംഗ് മെക്കാനിക്സ് ആക്ച്വലി ഇഷ്ടമാണ്. വെരി ഈസി ടു അപ്ലൈ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇങ്ങനെ നമ്മളിപ്പം ഇങ്ങനെ പിടിച്ചാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് സാമ്പിൾ ഷോട്ട്സ് എടുത്തത്. ഇങ്ങനെ അങ്ങോട്ട് ഒഴുകിപ്പോവും. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചോളുക. വെരി ലൈറ്റ് വെയിറ്റ് ആൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു സ്റ്റിക്കിനെസ്സോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല. കൂളിംഗ് സെൻസേഷൻ തീർച്ചയായിട്ടും ഉണ്ട്. ഭയങ്കര കൂളിംഗ് അങ്ങനെയല്ല. ബട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റ്ലി നമുക്കൊരു സണ്ണി ഡേ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ might reach out to this. കാരണം very convenient to use as well and I like the ingredients also. പിന്നെയുള്ള ബ്രാൻഡ് ബി ബോഡി വൈസ്. ഇവരുടെ ബോഡി കെയർ പ്രോഡക്ട്സ്, ഷാംപൂ, ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പാക്കേജിങ്ങിലൊന്നും ഇത് ഭയങ്കര ക്യൂട്ട് പാക്കേജിംഗ് ഒന്നുമല്ല. ഇവർക്ക് എപ്പോഴും കുറച്ച് സട്ടിൽ പാക്കേജിംഗ് ആണ്. പക്ഷേ ഇവിടെ പ്രോഡക്ട്സ് ആക്ച്വലി നല്ലതാണ്. കറൻ്റ്ലി ഞാൻ ഇവിടെ ഒരു AHA ബേസ്ഡ് ബോഡി സ്ക്രബ് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ബോഡി സ്ക്രബ് ഫോർ ബോഡി. എന്താണോ ഞാൻ പറയുന്നത്, ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് വെരി സിമ്പിൾ പാക്കേജിങ്. ലൈക്ക് ഇപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉമ്മ ഗോട്ട് സൂപ്പർ ഫാൻസി, പക്ഷേ അല്ലെങ്കിൽ ഫാൻസി പാക്കേജിംഗ് ഒന്നുമല്ല. ഇതിനകത്ത് PA++, SPF 50, ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. പലർക്കും അതൊരു പ്രിഫറൻസ് ആയിരിക്കാം. ഇതും സെയിം മെക്കാനിസമാണ്, നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ ഓപ്പൺ ക്ലോസ് അങ്ങനത്തെ ഒരു ലോക്കിംഗ് മെക്കാനിസമാണ്, വിച്ച് ഇസ് ആക്ച്വലി കൺവീനിയൻറ്റ്. ഇതാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ കാണിച്ച സൺസ്ക്രീൻസിൽ കുറച്ചെങ്കിലും ഒരു തിക്നെസ് ഉള്ള ടൈപ്പ്. ഞാനത് ഈ സൈഡിൽ, ഈ കയ്യിൽ ഞാനത് അപ്ലൈ ചെയ്തു ഷൂട്ടിന് മുന്നേ. ഈ സാമ്പിൾ എടുക്കാൻ നേരത്ത്
സ്റ്റിക്കി ആയിട്ടൊന്നും തോന്നുന്നില്ല. ബട്ട് ഓവറോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്ത എല്ലാ സൺസ്ക്രീൻസിലും വെച്ച് നോക്കുമ്പോഴും ഇതിനായിരിക്കും മേ ബി കുറച്ചൊരു തിക്നെസ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് നത്തിങ് അൺകംഫർട്ടബിൾ അബൌട്ട് ഇറ്റ്. വളരെ ഈസിലി സ്പ്രെഡ് ആകും. ആൻഡ് ഫ്രേഗ്രൻസ് ഇല്ല, നല്ല ഇൻഗ്രീഡിയൻസ് ആണ്, കൊണ്ടു നടക്കാൻ ഈസിയാണ്. സോ ഐ റിയലി ലൈക്ഡ് ഇറ്റ്. അപ്പം 5-6 സൺസ്ക്രീൻ ഒരാളുടെ കയ്യിൽ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൂടെ ഞാനിങ്ങനെ കളക്ട് ചെയ്തതാണ്. ദ പോയിന്റ് ഇസ്, നിങ്ങൾ റെഗുലർലി ഉപയോഗിച്ച സൺസ്ക്രീൻ പെട്ടെന്ന് തീരും. ഇനി ഇൻഗ്രീഡിയൻ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സ്കിൻ കെയർ ഒരു എലമെന്റും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് സൺകാറ്റ് ഡി, അതാണ് സൺസ്ക്രീൻ തരുന്നത്, സൺ പ്രൊട്ടക്ഷൻ തരുന്നത്. നിയാസിനമൈഡ് ഉണ്ട്, വിച്ച് എക്സലന്റ് ഫോർ ഒരു സ്കിൻ ബ്രൈറ്റനിങ്. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഗ്ലിസറിൻ ഉണ്ട്, അതുപോലെ റെഡ് ആൽഗെ ഉണ്ട്. അപ്പോൾ ഒരു സ്കിൻ കെയർ പ്ലസ് സൺ പ്രൊട്ടക്ഷൻ ഒന്നിച്ച് കിട്ടുന്ന ഒരു പ്രോഡക്റ്റുമാണ്. ആൻഡ് വെരി അഫോർഡബിളി പ്രൈസ്ഡ്. ഒരു 100 ml കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് ആണ്. 399 അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ. ഇഫ് യു ലുക്ക് അറ്റ് ദി ഇന്ത്യൻ ബ്രാൻഡ്സ്, ദാറ്റ്സ് എ ഗുഡ് പ്രൈസിംഗ് ആക്ച്വലി. സോ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ച സൺസ്ക്രീൻസ്. എനിക്കിതിനകത്ത് ദിസ് ഇസ് ദ ബെസ്റ്റ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതെല്ലാം ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തത്. എന്നാലും ഈ ഒരു സാധനത്തിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. കാരണം ആ പ്രൈസ് പോയിന്റിന് അത് ഭയങ്കര കൺവീനിയൻ്റ് ആണ് കൊണ്ടുനടന്ന് ഉപയോഗിക്കാനായിട്ട്. ഇതെല്ലാം തന്നെ നല്ല സൺസ്ക്രീൻസ് ആണ്. ഡിപ്പെൻഡിങ് ഓൺ യുവർ നീഡ്, ഇത് ഏത് പിക്ക് ചെയ്താലും യു വോണ്ട് ബി ഡിസപ്പോയിന്റഡ്. സോ ദീസ് ആർ ഓൾ ദ പ്രോഡക്ട്സ് ദാറ്റ് ഐ വാണ്ടഡ് ടു ഷോ യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. പ്രോഡക്റ്റ് ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. സൺസ്ക്രീൻസിനെ കുറിച്ചും സ്കിൻ കെയർ ബ്യൂട്ടി അങ്ങനെ ഒരുപാട് വീഡിയോസ്, ഫാഷനിലും ഒരുപാട് കണ്ടന്റ് അവൈലബിൾ ആണ് ചാനലിൽ. യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ. വി വിൽ മീറ്റ് അഗെയിൻ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.